അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു യാത്ര എവിടെയാണ് നമ്മൾ ഇന്നത്തെ യാത്ര? യെസ്, അങ്ങനെ പൂരമായ പൂരം കാണാൻ വേണ്ടി നമ്മൾ പോയാണ്. അപ്പം പറയും എനിക്ക് അങ്ങനെ അല്ല, നീ എന്തിനാണ് പൂരം കാണാൻ പോകുന്നത്? ചുമ്മാ പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി. അപ്പൊ ഇവൻ പൂരം കാണാൻ പോണത് ഇനി അടുത്ത് പൂരം കാണാൻ പോണേണ്. പൂരം കാണാൻ പോയാണ്. പൂരം കാണാൻ വേണ്ടി അത് പൂരാണ് ആദ്യത്തെ പൂരം. എവിടെ പോണം? പൂരം കാണാൻ പോണം. പൂരം കാണാൻ എവിടെ? സ്ഥലം എവിടെ? സ്ഥലം ട്രിവാൻഡ്രം. ഇത് ആദ്യത്തെ തവണയാണ്. ഇല്ല, ഇത് മൂന്നാമതാണ്. ഓക്കെ, അടുത്തൊരു മാസ്ക് വെച്ചിട്ട് ചേട്ടൻ മാസ്ക് ഒക്കെ മാറ്റാം. ചേട്ടൻ എവിടെ പോകുന്നു? ഞാൻ എറണാകുളം. ഇവനാണ് മെയിൻ ആള്, സൂത്രധാര്. മെയിനായിട്ട് പൂരം കാണാനല്ല, അവിടെയുള്ള പെണ്ണുങ്ങളാവാൻ. ഇല്ല, ഞാൻ ആരെയും കാണാമോ. അപ്പം നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പാർമേക്കാവിന്റെ ബാക്ക് സൈഡാണ്. ഇവിടെയാണ് ഇനി ഈവനിങ് എന്ന് വെച്ചാൽ വൈകിട്ട് ഒരു 4 മണിക്കാണ് ഈ പൂരം നടക്കുന്നത്. അപ്പം എൻ്റെ ആദ്യത്തെ പൂരത്തിന്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി പൂരത്തിന്റെ ഓരോരോ അനുഭവങ്ങൾ കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മള് പകൽ പൂരം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മളെ ചടമ്പേറ്റ്, നമ്മളെ മെയിൻ തൃശ്ശൂർ റോഡിൽ കൂടി വരുന്ന ഇതാണ് മേളത്തിന്റെ ആകുമ്പോഴാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷം അതിൽ കാണാം. അപ്പം പൂരം കാണാൻ വേണ്ടി കുറെ പയ്യം സെറ്റ് ഇവിടെ വന്നിട്ട് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് പൂരത്തിന്റെ? പൂരം അടിപൊളിയാണ്. ആദ്യത്തെ കൊള്ളാം. ഭയങ്കര വെയില്. വെയിലൊക്കെ പൂരം നടക്കൂലല്ല, ചൂടാണ് വെയില്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് പറഞ്ഞത്. കൊള്ളാം, നമ്മൾ ആദ്യമായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് മെയിൻ പൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈവനിങ് ആണ് കുടമാറ്റം. അപ്പൊ ഇപ്പൊ ഉള്ളത് പകൽപൂരം. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണുന്ന ബാക്ക് സൈഡ് കാണുന്ന ഈ പൂരം എന്ത് പൂരമാണ്? ഇത് ഈ തൃശ്ശൂരിന്റെ ചുറ്റും 7 ചെറമ്പലങ്ങളുണ്ട്. അപ്പൊ അവിടുന്ന് വരുന്ന പൂരങ്ങളാണ് ഇത്. ഇതിങ്ങനെ വന്നോണ്ട് അവിടുന്ന് വരും ഇവിടെ അവസാനിക്കും. ഇവിടെ ഈ അമ്പലത്തിന് മുമ്പിൽ അവസാനിക്കുക. ഇതിങ്ങനെ വന്ന് അങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കും. ഉള്ളിലേക്ക് കയറില്ല, ഇതിന് ഉള്ളിലേക്ക് കയറില്ല. അപ്പൊ ഈ മെയിൻ പൂരമാണ് ഈ നമ്മളെ ഉള്ളിലേക്ക് കയറുന്നത്. അത് 1 മണിക്ക് ആ സാധനം വരും. ഇതിനുള്ളിൽ കയറി കുടമാറ്റം നടത്തുക. അപ്പൊ മൊത്തത്തില് ഈ പൂരത്തിന് വേണ്ടി എത്ര ആനകളായിരിക്കും? അത് 100-ലും മേലെ ആനകളുണ്ടാവും. അതിൽ മേലുണ്ടാവും. അപ്പൊ ഇതേപോലെ ഇത്രയും ആനകൾ വെച്ചുള്ള വലിയൊരു പൂരം ഈ ഒരു കേരളത്തിൽ ഉണ്ടാവില്ല അല്ലേ? ഇല്ല, മറ്റുള്ളതൊക്കെ 6 ആന 7 ആന 3 ആനയായിട്ടുള്ള. ഇത് പല സ്ഥലത്തൊന്നും വരുന്നതല്ല പൂരങ്ങള്. ഇത് ചുറ്റമ്പലങ്ങളല്ല. നമ്മളിപ്പോ ബാക്കിൽ കാണുന്ന ഈ ഒരു പൂരം എന്നിട്ട് ഇങ്ങനത്തെ ഒരു ചെറു പൂരങ്ങൾ ചെയ്യുന്നതാണ് വലിയ പൂരമാവും. അപ്പൊ ഈ ഒരു നമ്മളെ ഈ പാനേക്കാവ് അങ്ങനെ നമ്മൾ ഈ വടക്കുന്നത് പിന്നെ ഈ ഒരു പോലെയുള്ള ഒരേ സമയത്ത് ഇങ്ങനെ കുഞ്ഞു പൂരം നടക്കും. ഇതെല്ലാം ചേർന്നാൽ നമുക്ക് ഈവനിങ് വൈകിട്ടാകുമ്പോൾ വലിയൊരു പൂരം ആ ഒരു കുടമാറ്റത്തിൽ. ഇതിന്റെ പല ഭാഗത്തും പല മേഖലയും പല ആൾക്കാരും കാണാൻ വരുന്നുണ്ട്. എല്ലാവരും എന്താ പറയുക, ഇത്രയും ഒരു ആന പങ്കെടുക്കുന്ന വലിയൊരു പൂരം എന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂർ പൂരം മാത്രമാണ്. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് നമുക്ക് ഇനി കാണാൻ ഓരോ ഇപ്പൊ നമ്മള് പറക്കുന്നതിന്റെ ആ ഒരു സാമ്പത്തികത്തിലുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മളിപ്പോ കാണുന്ന അതായത് 2 സൈഡും ഒരേ സമയത്ത് പൂരം നടക്കുക. പിന്നെ അപ്പൊ ഇങ്ങനത്തെ ഉള്ള ചെറുപൂരങ്ങൾ ഒത്തുകൂടിയാണ് നമ്മളെ അവസാനം നമ്മളെ വൈകിട്ടാകുമ്പോ ഈ ഒരു വലിയൊരു പൂരത്തിലേക്ക് എത്തുന്നത്. ഇവിടെ ഇവര് ഓരോരോ ഭാഗത്തുള്ള ആനകൾ കൊണ്ടുവന്നിട്ട് അവരായുള്ള ആ ഒരു ആനത്തൊക്കെ സമൂഹം കാണിച്ച ശേഷമാണ് എല്ലാ ആനകളും പിന്നെ ഉള്ള ആ ഒരു വലിയൊരു പൂരയ്ക്ക് ശാശ്വതമാണ്. അപ്പൊ നമുക്കിനി അടുത്ത പൂരം നമുക്ക് കാണാം. അതായത് ഈ നമ്മുടെ ഈ വടക്കനാഥിന്റെ സൈഡിലുള്ള ഈ പൂരപ്പറമ്പിൽ
ഈ ഒറ്റ സമയത്ത് തന്നെ ഏകദേശം ഒരു 10 പൂരം തന്നെയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ഈ സൈഡില് ഒരു പൂരം, അതിന്റെ അപ്പുറത്ത് വേറെ പൂരം. അപ്പൊ ഇവിടെ പല പല ആൾക്കാരുണ്ട് വെച്ചാൽ ഈ വടക്കനാഥൻ, പാറമേക്കാവ്. അപ്പൊ ഇവരെ ഒരു ആചാരമാണ്. കാര്യം അവര് ആ ഒരു ആൾക്കൂട്ടത്തിൽ അവരെ കൊണ്ട് എത്ര രീതിക്ക് അത് മനോഹരമായി പൂരം നടത്താം. അപ്പം അവരെ അതിനുവേണ്ടി ഒരു വർഷത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, വെറൈറ്റി കുത്തുകുടകൾ, പിന്നെ ആനച്ചമയങ്ങൾ, ഇങ്ങനത്തെ ഓരോ കർച്ചകൾ. അപ്പൊ നമുക്ക് ഇതൊക്കെ എന്റെ ആദ്യത്തെ ഒരു അനുഭവമാണ്. ഒരു കാര്യം എടുത്ത് പറയാൻ പറ്റും, ഇത്രയും വെയിലെന്ന് വെച്ചാൽ ചുട്ടുകൊള്ള വെയിലാണ്. പക്ഷേ ഇത് കാണാനും ആസ്വദിക്കാനും കൊച്ചുകുട്ടികൾ മാത്രമല്ല, കുറെ പേര് ഇത് കാണാൻ. അപ്പം നമ്മള് തൃശ്ശൂർ പൂരമായിട്ട് മേള ഇല്ലാതെ എന്താണ് തൃശ്ശൂർ പൂരം? ബാക്കിയുള്ള മേളത്തിന്റെ കാര്യം നമുക്ക് ഇവിടെ ആൾക്കാർ ചെയ്യാം. എടാ, ഈ ഒരു മേളം മേളം ചട്ടുമേളത്തെ കുറിച്ച് കാര്യമായിട്ട് പറയാനുള്ള ജ്ഞാനൊന്നും ഞങ്ങൾക്കില്ല. ഇത് ചെണ്ടമേളാണെന്നും ഇതില് ഓരോ ദേശക്കാരും ഓരോ തരത്തിലും വാദ്യങ്ങളായിട്ട് വരിക. ചെണ്ടമേളായിട്ട് വരുന്നു, ബാക്കിയുള്ളത് പച്ചവാദ്യമായിട്ട് വരും. ഞങ്ങളെല്ലാവരും കുവൈറ്റിൽ നിന്ന് വന്നവരാ. സാമ്പിളിനൊന്നും തൊട്ടിട്ട് പൂരം കഴിഞ്ഞ് നാളെ വൈകുന്നേരത്തോടെ മറ്റന്നായിട്ട് എല്ലാവരും തിരിച്ചു പോകും. ഓക്കെ, അപ്പം കുവൈറ്റിൽ നിന്ന് ഈ ഒരു പൂരത്തിന് വേണ്ടി ഇത്രയും ദഹിച്ച് ഇവര് പോവുക. കാര്യം പൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് ഒരു ഭയങ്കര ഒരു ആസ്വാദനമാണ്. അതാണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ആസ്വാദന സംഭവങ്ങൾ. അപ്പൊ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പൂരങ്ങളും നാല് പൂരങ്ങളും ഇതിന്റെ പല പല സ്ഥലത്തുണ്ട്. ബാക്കിയുള്ള പൂര വിഷയം നമുക്ക് കാണാം. ഓക്കേട്ടാ, നമ്മളിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പൂരം കണ്ട് നമ്മൾ വടക്കനാഥൻ എന്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ മെയിൻ പൂരത്തിന്റെ എന്തൊക്കെയാണ് അവിടെ ഇപ്പം കുറെ എന്തോ പഞ്ചവാദ്യ മേള അങ്ങനെ അകമണി കൂടിയിട്ടുണ്ട്. അപ്പൊ ബാക്കി എന്തൊക്കെയാണ് നമുക്ക് അങ്ങോട്ട് തന്നെ നമുക്ക് പോയി കാണാം. കുഞ്ഞുപൂരം കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞുപൂരം വെച്ചാൽ ഇവിടുത്തെ ചെറുപൂരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പൂരം കഴിയുമ്പം ഈ നിൽക്കുന്ന ആനകൾ നമ്മൾ വടക്കുന്നതിന്റെ ആ ഒരു ബാക്ക് സൈഡിലേക്ക് പോയിട്ട് ഒരു വൈകിട്ട് നമ്മൾ 4 മണിക്കാണ് ഒരു ബാച്ച് ഈ വടക്കുന്നതിന്റെ ഫ്രണ്ട് ചെയ്യുന്നു, അടുത്ത പേജ് പാമയ്ക്കുള്ളത്. അപ്പൊ രണ്ട് വിഭാഗത്തിൽ നിന്നാണ് ഈ ഒരു കുടമാറ്റ ചടങ്ങ് ഉള്ളത്. അപ്പൊ ഇപ്പൊ തന്നെ കുറെ പേര് ഈ കുഞ്ഞുപൂരം കാണാൻ തന്നെ വന്നിട്ടുണ്ട്. മെയിൻ പൂരം കാണാനാണ് മൊത്തത്തിൽ അവിടെ ഉണ്ടാകുന്നത്. അപ്പം ബാക്കി നമുക്ക് നേരിടുക.
കാണാനും പൂരത്തിന്റെ അടി ലഭിച്ച് കുറെ ഒരു കൂട്ടം യുവാക്കൾ യുവതികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചോദിക്കാം, എങ്ങനെയാണ് ഈ തവണ പൂരം? ഈ പൂരം എടുത്തോണ്ടാണ് ആരോ അപ്പൊ നമ്മളെ പൂരം അടിച്ചു പൊളിക്കാൻ ഇവിടെ കുറച്ച് ചേട്ടാ ഞങ്ങൾ റെഡ് ലൈൻസ് ആണ് വരുന്നത്, എം ജി റോഡാണ് വരുന്നത് ഞങ്ങളുടെ സ്ഥലം. അതുപോലെ തന്നെ കമ്പനിയായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ അടിച്ചു പൊളിക്കുന്നത് ഇവിടെ. പൂരം അടിപൊളി, പൂരങ്ങളുടെ പൂരം, ഞങ്ങളുടെ തൃശ്ശൂർ പൂരം. അങ്ങനെ പൂരങ്ങൾ പോയ തൃശ്ശൂർ പൂരം എല്ലാവരും പൂരത്തിന് ആ ഒരു പാട്ടില്ലാതെ എന്താണ് പൂരം? അപ്പൊ നമുക്ക് പാട്ട് പാടാം.